പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇന്നത്തെ വിജയത്തെ പറ്റി പറയാനുള്ളത്? ഇത് ജനങ്ങളെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നൽകിയ വിജയമാണ്. നമ്മുടെ മണമ്പൂരത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും മണ്ഡലം ഭാരവാഹികളുടെയും അതിനൊക്കെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭാരവാഹികളുടെയും ബൂത്ത് പ്രസിഡന്റുമാരെയും വാർഡ് പ്രസിഡന്റുമാരെയും എല്ലാവരുടെയും കൂട്ടായ്മയുള്ളൊരു വിജയമാണ്. എന്ന നിലയിൽ താങ്കൾക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ 5 വർഷക്കാലം ഈ പഞ്ചായത്തിൽ നടമാടിയിരുന്ന അഴിമതി ഭരണത്തിനെ തച്ച് തകർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാരോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശ്രീമതി കുഞ്ഞുമോൾ ചേരുകയും നല്ല ഒരു വിജയം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അഴിമതി ഭരണത്തിനെതിരെയുള്ള ഒരു വിധി എഴുത്തായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിനാണ് ജയിച്ചത്? ഞറുക്ക് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഞറുക്കിലാണ് ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അവരെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? എതിർ സ്ഥാനാർത്ഥി CPM-ന്റെ ലിസി തമ്പി എന്ന് പറയുന്ന മെമ്പറായിരുന്നു. കുഞ്ഞുമോളാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച നഹാസ് സാഹിബിന് എന്താണ് പറയാനുള്ളത്? ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന് ശേഷം വളരെ നല്ല രീതിയിൽ UDF-ന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഇവിടെ കണ്ടത്. തീർച്ചയായും CPM-ന്റെ അഴിമതി ഭരണത്തിനെ നമുക്ക് പഞ്ചായത്തിന് മുക്തമാക്കാൻ കഴിഞ്ഞു. ഇനി ഒരു മികച്ച ഭരണം, നല്ലൊരു ഭരണം, ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഭരണം, വികസനം ലക്ഷ്യമാക്കിയുള്ള ഭരണമായിരിക്കും തീർച്ചയായും ഉണ്ടാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ അത്രത്തോളം ആത്മവിശ്വാസമുണ്ട്. എന്തായാലും ഇനി മണമ്പൂർ പഞ്ചായത്തിന്റെ സുവർണ്ണ കാലഘട്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ആരെങ്കിലും വിധി പറഞ്ഞിട്ടുണ്ടോ പ്രസിഡന്റ് ആവുമെന്ന്? ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അവരെ ആഗ്രഹമാണ് ഇപ്പോൾ സംഭവിച്ചത്. മെനിങ്ങാന്നാണ് ഞാൻ UDF-ലേക്ക് വന്നത്. UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്നെ ഒരു പ്രസിഡന്റ് ആക്കി മാറ്റുമെന്ന് ഞാൻ വളരെ ഇതൊരു മാജിക്കൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. UDF ഐശ്വര്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ തെളിവല്ലേ? ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര വോട്ടിനാണ് ജയിച്ചത്? 6 വോട്ടില് നറുക്കെടുപ്പിലാണ് വിജയിച്ചത്. ഭാഗ്യം കൂടി, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആ ഭാഗ്യം കൂടി എന്നെ പിന്തുണച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുമോൾ നമ്മുടെ മെനിയാന്നാണ് നമ്മുടെ ഒപ്പം വന്നതും നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി 6 പേരും ഞങ്ങളെല്ലാവരും കറക്റ്റ് തന്നെ മറ്റേ കുഞ്ഞുമോൾക്ക് വോട്ട് ചെയ്യുകയും നറുക്കെടുപ്പിലൂടെ കുഞ്ഞുമോൾക്ക് നമ്മുടെ UDF-ന് തന്നെ കിട്ടുകയും ചെയ്തു. നമ്മളെല്ലാവരും ഇനി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. മെമ്പർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. ഞാൻ പഞ്ചായത്തിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറും ഇനി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടേതായി കഴിഞ്ഞു. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായി പഴയ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പഴയ വൈസ് പ്രസിഡന്റുണ്ട്, പ്രാവീണ്യം സിദ്ധിച്ച മെമ്പർമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാരുണ്ട്. ഭരണ പരിചയക്കുറവൊന്നും അല്ല ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, 2 പ്രാവശ്യം മെമ്പറായിരുന്ന ഒരാളാണ്. തീർച്ചയായും സത്യസന്ധമായ നിഷ്പക്ഷമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണക്കാരനെ എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു പഞ്ചായത്തായി മാറ്റിയിടുകയും ഇവിടുത്തെ സീനാണുള്ളത്. കുഞ്ഞുമോള് വിജയിച്ച് കഴിഞ്ഞുടനെ ഞാൻ പറഞ്ഞു, കുഞ്ഞുമോള് പ്രസിഡന്റാണെന്ന് നേരിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ കുഞ്ഞുമോള് ഭരണപരിചയമില്ലാത്ത ആളൊന്നുമല്ല. എല്ലാവർക്കും, എല്ലാ പാർട്ടിക്കാർക്കും ഐശ്വര്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. എല്ലാം നല്ല ഭരണപരിചയം ഉണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. UDF-ന്റെ കൺവീനറും മുൻ മണ്ഡലം പ്രസിഡന്റും കൂടിയായ സജീവ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുഞ്ഞുമോൾ നമ്മുടെ പാർട്ടിയുടെ ഭാഗമായി വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പഞ്ചായത്ത് ഇനി അഴിമതിരഹിതമായൊരു പഞ്ചായത്ത് ഭരണമായിരിക്കും കുഞ്ഞുമോളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. കാരണം എല്ലാവർക്കും കയറി ചെല്ലാനുള്ളൊരു ആസ്ഥാനമായി ഈ പഞ്ചായത്തിനെ മാറ്റണം. കാരണം നേരത്തെ ഒരു ഫോക്കസാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മാഫിയകളും മണൽ മാഫിയകളും അങ്ങനെയുള്ള കുറേ ഫോക്കസാണ് ഈ പഞ്ചായത്ത് ഭരിച്ച് അഴിമതി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു വിരാമം ഉണ്ടാക്കുവാൻ കുഞ്ഞുമോളുടെ
പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. കുഞ്ഞോളി ചേച്ചി നമ്മളെ കൂടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രസിഡന്റായ സ്ഥാനം കിട്ടിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.